മനുഷ്യൻ എന്തെല്ലാം സംവിധാനങ്ങളും എളുപ്പ വഴികളുമുണ്ടോ ഈ ലോകത്ത് നിലനിൽക്കാൻ, ആ വഴികൾ എവിടുന്ന് കിട്ടുമെന്ന് തേടി നടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ പറയുന്ന വചനത്തിന് നേരെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന തലമുറയിലൂടെയാണ് നമ്മൾ എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ തിരിച്ചു വരുമ്പോൾ വിശ്വാസമുള്ള തലമുറ ഇവിടെ കാണില്ല, ഒരാളെയും ഇവിടെ രക്ഷിക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല എന്ന് പറയാൻ കാരണം ജനമെന്നും സ്വാർത്ഥതയുടെ നിറകുടമായാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തുവിനെ അറിയാമെന്ന് പറയുകയും ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുകയും ക്രിസ്തു എന്താണെന്ന് സ്പർശിച്ചറിയുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് ക്രിസ്ത്യാനി. അങ്ങനെ തന്നെ ചിന്തിക്കണം. ക്രിസ്തുവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ, ക്രിസ്തുവിനെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ, ക്രിസ്തുവിന്റെ ഇഷ്ടം മനസ്സിലാക്കുന്നവൻ തീർച്ചയായും എപ്പോഴേലും അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പരാജയത്തിലോ ഏതെങ്കിലും നാശത്തിലോ ഏതെങ്കിലും രോഗത്തിലോ ഏതെങ്കിലും ഇല്ലായ്മയിലോ ഏതെങ്കിലും തളർച്ചയിലോ ഒക്കെ ക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുന്നവൻ എപ്പോഴേലും ദൈവത്തിൻ്റെ ഒരു സ്പർശനം അറിഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും രീതി ദൈവം മുന്നിൽ നിന്ന് നല്ല അവനെ സ്പർശിക്കുന്ന ആത്മാവിലൂടെ ആ രൂപയിൽ അവനെ സ്പർശിച്ച ഏതെങ്കിലും ഒരു സന്ദർഭം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതെന്തിനാണ് അങ്ങനെ ഒരു സ്പർശനം കൊടുക്കുന്നത്? ആ സ്പർശനം കൊടുക്കുന്നതൊക്കെ സ്വർഗരാജ്യത്തിന്റെ മഹത്വം എത്ര വലുതാണെന്നും അതിലേക്കുള്ള യാത്ര എത്ര ദുർഘടമാണെന്നും ഒക്കെ നമ്മൾ ഈ ഭൂമിയിൽ മനസ്സിലാക്കാനാണ്. കാരണം സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും. കാരണം ദൈവത്തെയും ദൈവഹിതവും മനസ്സിലാക്കാത്ത മനുഷ്യർ പോലും അതിലേക്ക് എത്തണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി. അതിനാണ് നമ്മളെപ്പോലെയുള്ള ക്രിസ്ത്യാനികളെ കർത്താവ് ക്രിസ്തുവിൻ്റെതായി തെരഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വിട്ടിരിക്കുന്നത്. നമ്മളിലൂടെ വേണം സ്വർഗരാജ്യത്തിന്റെ മഹത്വവും പ്രഘോഷണവും ഈ ഭൂമിയിൽ നിറവേറാൻ. അതൊരു ക്രിസ്ത്യാനിയുടെ ദൗത്യമാണ്. ഇവിടെ ക്രിസ്ത്യാനിയുടെ ദൗത്യം ക്രിസ്ത്യാനി നിർവഹിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അവന്റെ ഈ ഭൂമിയിലെ നിലനിൽപ്പിന് വരുന്ന കോട്ടങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിലനിർത്താൻ വേണ്ടി തമ്പുരാനെ തേടി പോവുക, തമ്പുരാന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുക, തൽക്കാലം കണ്ണീരൊക്കെ ഒഴുക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ജീവിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം തമ്പുരാനെ വലിച്ച് ദൂരെ കളയുക, പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക, അടുത്ത കുഴി പോയി ചാടി കഴിയുമ്പോൾ വീണ്ടും തമ്പുരാൻ എവിടെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ് നാട് മുഴുവൻ തമ്പുരാനെ മേടിക്കാൻ നടക്കുക. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനല്ല നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളാകുന്ന മനുഷ്യരിലൂടെ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ പ്രവൃത്തികളും ഭൂമിയിൽ സംജാതമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ വിളിക്കപ്പെട്ടവൻ ഈ ഭൂമിയിൽ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ദുർഘടങ്ങൾ, വിഷമങ്ങൾ എല്ലാം ഉണ്ടാവും. അത് മുൻകൂട്ടി പറയുകയാണ്. ആ ഉണ്ടാകുന്ന ഓരോ വീഴ്ചകളും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ തകർച്ചയിലേക്കോ നാശത്തിലേക്കോ അല്ല, അതിനെ സഹനത്തോടുകൂടി ക്രിസ്തുവിന്റെ കൂടെ ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനി ജീവിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ അഭീഷ്ടം അനുസരിച്ച് നമ്മളിവിടെ ഭൂമിയിൽ നിലകൊള്ളുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ജീവിത വീഴ്ചകളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമെന്ന്, അത് ദൈവത്തെ പ്രതി നമ്മൾ സഹിക്കുകയും സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തിനായി കാഴ്ചവെച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന ബോധ്യം നമുക്ക് തരുന്നതാണ്.